those who are listening to me, ആരെല്ലാം എന്നെ കേൾക്കുന്നുവോ, give your heart to Jesus. നിങ്ങൾ ഹൃദയം യേശുവിന് നൽകുവിൻ. Come. വരുവിൻ. Jesus calls you. യേശു നിങ്ങളെ വിളിക്കുന്നു. Come to Jesus as you are. നിങ്ങൾ ആയിരിക്കുന്നത് പോലെ യേശുവിന്റെ അരികിലേക്ക് വരുവിൻ. Today we are going to reap what we have sowed. ഇന്ന് നമ്മൾ വിതച്ചത് എന്താണോ അതെല്ലാം നമ്മൾ കൊയ്തെടുക്കുവാൻ പോകുന്നു. You have sowed in tears. നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചിരിക്കുന്നു. Today you are going to reap with joy. ഇന്ന് നിങ്ങൾ ആർപ്പോടെ സന്തോഷത്തോടെ അത് കൊയ്തെടുക്കുവാൻ പോകുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Today the Lord is going to listen to every one of your prayers. ഇന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ കേൾക്കുവാൻ പോകുന്നു. I'm sure and I believe that God is going to send you home with miracles. ദൈവം അത്ഭുതങ്ങളോടുകൂടി നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ പോകുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. God will listen to every one of your prayer and he will answer instantaneously. ദൈവം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ കേട്ട് ഉടനടി നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. That's what we are going to see in Isaiah 30:18. യെശയ്യാവ് 30:18 വാക്യത്തിൽ നമ്മൾ അതാണ് കാണുവാൻ Here the പോകുന്നത്. Bible says the Lord longs to be gracious to you. ഇവിടെ വേദപുസ്തകം പറയുന്നു, യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. Therefore he rises to show you compassion. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. The Lord is a just God. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ. Blessed are all who wait for him. അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. Our God is such a big God. നമ്മുടെ ദൈവം അത്രയും വലിയവനായ ദൈവമാണ്. But then here the Bible says he patiently waits for us to give an answer to us. എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നു. Our God is so gracious. നമ്മുടെ ദൈവം വളരെയധികം കൃപാലുവായ ദൈവമാണ്. In the next verse he says he will surely be gracious to you at the sound of your cry. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവനെ നിശ്ചയമായിട്ട് കരുണ തോന്നും. As soon as he hears it, he will answer you. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. He will answer you. കർത്താവ് നിങ്ങൾക്ക് ഉത്തരമരുളും. As soon as he hears you, നിങ്ങളുടെ നിലവിളി കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങൾക്ക് ഉത്തരമരുളും. immediately he answers your prayers. ഉടനടി കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു. In Isaiah 30:18 in the beginning the Bible says, "Yet the Lord longs to be gracious to you." യെശയ്യാവ് 30:18 ആദ്യം പറയുന്നു, അതുകൊണ്ട് യഹോവ നിങ്ങളോട് കരുണ കാണിപ്പാൻ താമസിക്കുന്നു. Why the Bible says yet? എന്തുകൊണ്ടാണ് അതുകൊണ്ടെന്ന് വേദപുസ്തകം പറയുന്നത്? In what situation the people of Israelites were then? ആ സമയത്ത് ഇസ്രായേൽ മക്കൾ എങ്ങനെയുള്ള സാഹചര്യത്തിൽ ആയിരുന്നു? When the Assyrian army, they were coming against Judah and threatening them. അസീരിയൻ സൈന്യം യൂദായ്ക്കെതിരായി പുറപ്പെട്ടു വന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. The leaders of Judah, they made their own plans. യൂദയിലെ നേതാക്കന്മാർ അവരുടേതായ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. They did not seek the guidance from God. അവർ ദൈവത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശം ആരാഞ്ഞറിഞ്ഞില്ല. This was their first mistake. അവർ ചെയ്ത ആദ്യത്തെ തെറ്റ് ഇതായിരുന്നു. That's why the Bible says, "Yet the Lord longs to be gracious to you." അതുകൊണ്ടാണ് യഹോവ നിങ്ങളോട് കരുണ കാണിപ്പാൻ താമസിക്കുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി We may പറയുന്നത്. be having so many lackings in our lives, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് നിരവധി കുറവുകൾ ഉണ്ടായിരിക്കാം. but yet the Lord is gracious to us. എന്നിട്ടും ദൈവം നമ്മോട് കൃപ കാണിക്കുന്നു, ദൈവം നമ്മോട് ദയാലുവായിരിക്കുന്നു. The second mistake the people of Israel did was ഇസ്രായേൽ മക്കൾ ചെയ്ത രണ്ടാമത്തെ തെറ്റ് ഇതായിരുന്നു. to seek the help of their neighboring nation Egypt. അവർ അവരുടെ അയൽ രാജ്യമായ മിസ്രയീമിന്റെ സഹായം തേടി. They had their alliance with Egypt. അവർ മിസ്രയീമുമായി സഖ്യതയിലായി. Dear friends, പ്രിയ സ്നേഹിതന്മാരെ, sometimes when we choose to truly
trust in God, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തിൽ യഥാർത്ഥമായി ആശ്രയം വെക്കുമ്പോൾ it feels like we have to wait for an answer from God. ദൈവത്തിൽ നിന്നുള്ള ഒരു ഉത്തരത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നുന്നു. That is when we have the choice to make our own plans. അപ്പോഴാണ് നമ്മൾ നമ്മുടേതായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. These days we get everything instantaneously. ഇക്കാലത്ത് സകല കാര്യങ്ങളും നമുക്ക് ഉടനടി ലഭിക്കുന്നു. In Chennai we have a shopping called Blinkit. ചെന്നൈയിൽ ബ്ലിങ്കിറ്റ് എന്ന പേരിൽ ഒരു ഷോപ്പിംഗ് ആപ്പ് ഉണ്ട്. When we order that in that app, we get the products within 8 minutes. നമ്മൾ ആ ആപ്പിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ 8 മിനിറ്റിനുള്ളിൽ നമുക്കത് ലഭിക്കും. How many times we order, they keep on bringing things to our home. നമ്മൾ എത്ര തവണ ഓർഡർ ചെയ്താലും അവർ തുടർന്ന് 8 മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. Whatever we want, we get it immediately. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉടനടി നമുക്കത് ലഭിക്കും. We lose patience. നമുക്ക് പലപ്പോഴും ക്ഷമ നഷ്ടപ്പെടുന്നു. We don't want to wait for God. ദൈവത്തിനായി കാത്തിരിക്കുവാൻ നമുക്ക് തീരെ താല്പര്യമില്ല. And so we depend upon others. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നു. But then God is still waiting. എന്നാൽ ദൈവം ഇപ്പോഴും നമുക്കായി കാത്തിരിക്കുകയാണ്. He's still waiting to be picked last. ദൈവം ഇപ്പോഴും അവസാനം വരെ നമുക്കായി കാത്തിരിക്കുന്നു. That's what the Lord said in verse 1 in Isaiah 31. യെശയ്യാവ് 30-ന്റെ 1-ാം വാക്യത്തിൽ ദൈവം അതാണ് അരുളി ചെയ്യുന്നത്. You keep on heaping sin upon sin. നിങ്ങൾ പാപത്തോട് പാപം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. You are doing mistakes after mistakes. നിങ്ങൾ ഒന്നിന്റെ പിറകെ ഒന്നായി തെറ്റുകൾ ചെയ്തു But കൂട്ടുന്നു. then I still love you. എന്നാൽ ഇപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. I still wait for you. ഞാൻ ഇപ്പോഴും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. This is the real love of God. ഇതാകുന്നു ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹം. Not that we loved God, but then God loved us first. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവമാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്. That's why he gave his son as a sacrifice to take away our sins. അതുകൊണ്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. God has so much love for you. ദൈവത്തിന് നിങ്ങളോട് അത്യധികമായ സ്നേഹമുണ്ട്. Even today you might have come here committing so many sins. ഇന്നും ഒരുപക്ഷെ നിരവധി പാപങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. But then remember, God loves you. എന്നാൽ ഓർക്കുവിൻ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. This is real love of God. ഇതാകുന്നു ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹം. Come as you are to Jesus. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിന്റെ അരികിലേക്ക് വരുവിൻ. Will you give your heart to God today? നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് നൽകുമോ? Will you ask forgiveness to God? നിങ്ങൾ ദൈവത്തോട് പാപക്ഷമ യാചിക്കുമോ? Our God is a forgiving Father. നമ്മുടെ ദൈവം പാപം ക്ഷമിക്കുന്ന പിതാവാണ്. In Luke 15 from 11 to 32, Jesus identifies himself as a forgiving Father. ലൂക്കോസ് 15-ന്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു A father had 2 sons. ഒരു പിതാവിന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. The first son behaved well. മൂത്ത മകൻ പിതാവിനെ അനുസരിച്ചു നല്ലവണ്ണം ജീവിച്ചു. But then the younger son claimed his property from his father. എന്നാൽ ഇളയ മകൻ പിതാവിനോട് തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞു. He claimed his share. അവൻ തന്റെ ഓഹരി പിടിച്ചു വാങ്ങി. So his father divided his property and gave half of the share to the second son. അതുകൊണ്ട് പിതാവ് തന്റെ വസ്തു പങ്കുവച്ചു. വസ്തുവിൽ പാതി ഇളയ മകന് നൽകി. But then he spent every wealth lavishly. എന്നാൽ അവൻ തനിക്ക് ലഭിച്ച സമ്പത്തെല്ലാം ചെലവഴിച്ചു, എല്ലാം ദൂർത്തടിച്ചു. After spending everything, he remembered his father. തനിക്ക് ലഭിച്ച സമ്പത്തെല്ലാം അവൻ അനാവശ്യമായി ചെലവഴിച്ചു. He thought within himself, let me go
to my father and ask forgiveness to him. അവൻ സ്വയം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലട്ടെ, പിതാവിനോട് പാപക്ഷമ യാചിക്കട്ടെ. Before he could come to see his father, as soon as he entered the city of his father, അവൻ തന്റെ പിതാവിനെ കാണുന്നതിന് പിതാവിന്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ the father came running to his son. പിതാവ് ദൂരത്ത് നിന്ന് അവനെ കണ്ടു, അവന്റെ അരികിലേക്ക് ഓടി വന്നു. He kissed his son. പിതാവ് തന്റെ മകനെ ഉമ്മ വെച്ചു. He embraced him. അവനെ ആലിംഗനം ചെയ്തു. He gave him the best robe, അവൻ ഏറ്റവും നല്ല അങ്കി നൽകി, best ring, ഏറ്റവും നല്ല മോതിരം നൽകി, best sandals, ഏറ്റവും നല്ല ചെരുപ്പ് നൽകി. the best feast. പിതാവ് അവനു വേണ്ടി ഉത്തമമായ ഒരു വിരുന്നൊരുക്കി. And he forgave his son who sinned against him. പിതാവ് തനിക്കെതിരായി പാപം ചെയ്ത തന്റെ മകനോട് ക്ഷമിച്ചു. This is the reason why Jesus came into this world. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ കാരണം ഇതാണ്. In Luke 19:10 the Bible says, ലൂക്കോസ് 19:10 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, for the Son of Man came into this world to seek and save the lost. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. Will you come to Jesus? നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വരുമോ? Will you give your heart to Jesus? നിങ്ങൾ നിങ്ങളുടെ ഹൃദയം യേശുവിന് സമർപ്പിക്കുമോ? And cry out to God. ദൈവത്തോട് നിലവിളിക്കുവിൻ. Ask God, forgive me, Lord. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് യാചിപ്പിൻ. Will you be my father? കർത്താവേ, അങ്ങന്റെ പിതാവായി തീരുമോ? Ask God, will you be my forgiving father? ദൈവത്തോട് ചോദിക്കുവിൻ, കർത്താവേ, പിതാവേ, അങ്ങ് എന്നോട് ക്ഷമിക്കുന്ന പിതാവായി മാറുമോ? When you cry out to God, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ He will come running to you. കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് ഓടി വരും. He will kiss you. കർത്താവ് നിങ്ങളെ ഉമ്മ വയ്ക്കും. He will embrace you. ദൈവം നിങ്ങളെ ആലിംഗനം ചെയ്യും. And He will forgive you. ദൈവം നിങ്ങളോട് ക്ഷമിക്കും. You will have success in your life. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും. Shall we all stand up and cry out to God? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തോട് നിലവിളിക്കാം. Just like that little boy, just look at Jesus. ആ ബാലനെ പോലെ നിങ്ങൾ യേശുവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ. Keep staring at Jesus. നിങ്ങൾ യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുവിൻ. You are such a big God. കർത്താവേ, അങ്ങ് വലിയവനായ ദൈവമാണല്ലോ. Come on, declare this to God. വരൂ, ഇത് ദൈവത്തോട് നിങ്ങൾ ഏറ്റു പറയുവിൻ. Cry out. ദൈവത്തോട് നിലവിളിക്കുവിൻ. Cry out. ദൈവത്തോട് നിലവിളിക്കുവിൻ. Whatever needs you may have, നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും keep everything in the hands of God. സകല ആവശ്യങ്ങളും നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവിൻ. First, humble yourselves. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. Humble yourself. നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. Do not be proud, നിങ്ങൾ ഒരിക്കലും അഹങ്കാരികളാകരുത്. saying, let me come later on. ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട്. It's not too late, dear friend. പ്രിയപ്പെട്ടവരെ, അല്പം പോലും വൈകിയിട്ടില്ല. Come to Jesus now. നിങ്ങൾ ഇപ്പോൾ യേശുവിന്റെ അരികിലേക്ക് വരുവിൻ. Come to Jesus now. യേശുവിന്റെ അരികിലേക്ക് വരുവിൻ. Those who are listening to me, ആരെല്ലാം എന്നെ കേൾക്കുന്നുവോ, give your heart to Jesus. നിങ്ങൾ ഹൃദയം യേശുവിന് നൽകുവിൻ. Come. വരുവിൻ. Jesus calls you. യേശു നിങ്ങളെ വിളിക്കുന്നു. Jesus calls you. യേശു നിങ്ങളെ വിളിക്കുന്നു. Come to Jesus as you are. നിങ്ങൾ ആയിരിക്കുന്നത് പോലെ യേശുവിന്റെ അരികിലേക്ക് വരുവിൻ. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Thank you, Lord. കർത്താവേ, നന്ദി. Thank you, Jesus. യേശുവേ, നന്ദി. The Lord is anointing you right now. അപ്പോൾ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു. Wherever you are, നിങ്ങൾ എവിടെയാണെങ്കിലും get filled by the power of God. നിങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടുവിൻ. Thank you, Jesus. യേശുവേ, നന്ദി. Don't you feel the presence of God in you? നിങ്ങൾ നിങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്നില്ലയോ? Thank God. ദൈവത്തോട് നന്ദി പറയൂ. Thank God. ദൈവത്തോട് നന്ദി പറയുവിൻ. Thank you, Lord. കർത്താവേ, നന്ദി. Thank you, Jesus. യേശുവേ, നന്ദി.